ജപ്പാനിലെ ഒരു ഷിന്തോ ഷ്രൈനാണിത്. ഇവിടെ ആൾക്കാർ ഇത് അടിച്ചുകൂടിയിരിക്കുന്നത് ന്യൂ ഇയർ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഹത്സുമോദെ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ട്രഡീഷനാണ് ആദ്യത്തെ 10 ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അമ്പലങ്ങളിൽ പോയി തൊഴുക എന്നുള്ളത്. പ്രാർത്ഥിക്കുക മാത്രമല്ല പലതരം വഴിപാടുകളും ഇവരിവിടെ നടത്തുന്നുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം ഒമിക്കുജി എന്ന് പറയുന്ന ഒരു ലക്കി സ്ട്രിപ്പ് പേപ്പറാണ്, അതിനുള്ളിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പം അത് വായിച്ച് നോക്കിയിട്ട് നല്ല ഭാഗ്യമാണെങ്കിൽ സ്വന്തം പേഴ്സിൽ സൂക്ഷിക്കുകയും അല്ലെങ്കിൽ ഇതിവിടെ കെട്ടിത്തൂക്കിയിട്ടിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങളിത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു ബുദ്ധിസ്റ്റ് അമ്പലത്തിലേക്ക് പോയി. ബുദ്ധിസ്റ്റ് അമ്പലങ്ങൾ കണ്ടാലറിയാം നല്ല ഗോർജിയസ് ആയിട്ടുള്ള ഗേറ്റുകളാണ് ഫ്രണ്ടിൽ കാണുക. ന്യൂ ഇയർ സമയത്തെ ജപ്പാനിലെ ഒരു ഡെക്കറേഷനാണ് ബിൽഡിങ്ങുകളുടെയും അമ്പലങ്ങളുടെയും ഒക്കെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന കാതോമത്സു. മുളയും പൈനും ഒക്കെ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഡെക്കറേഷൻസ് 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെടുത്ത് മാറ്റുകയും ചെയ്യും. വഴിപാടുകളൊക്കെ ഇവിടെയും ഉണ്ടെങ്കിലും കുറച്ച് ട്രഡീഷൻസ് ഒക്കെ ബുദ്ധിസ്റ്റ് അമ്പലങ്ങളിൽ ഡിഫറെൻ്റ് ആണ്. ബെല്ലടിക്കുകയും അതുപോലെ ഇവിടെ കാണുന്ന ഈ ഒരു കിണർ പോലത്തെ സ്ഥലത്തുനിന്ന് വെള്ളം കോരി എടുത്തിട്ട് ബുദ്ധപ്രതിമയിലേക്ക് ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ട്രഡീഷൻസ് ഇവിടെ കണ്ടു. ജപ്പാനിൽ പല സ്ഥലത്തും പല ബുദ്ധിസ്റ്റ് അമ്പലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ബുദ്ധപ്രതിമയിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്ന ഈ ഒരു ട്രഡീഷൻ ഈ ഒരു അമ്പലത്തിൽ മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഈ അമ്പലത്തിന്റെ ചുറ്റും പലയിടത്തായിട്ട് ബുദ്ധപ്രതിമകൾ ഒത്തിരി എണ്ണം നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ആദ്യം പോയ ഷിന്തോ ഷ്രൈനെ അപേക്ഷിച്ച് ഇവിടെ തീരെ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം കിട്ടി. എല്ലാവരും ചെയ്യുന്നത് നോക്കി കണ്ട് ഞങ്ങളും ഇതുപോലെ ബുദ്ധപ്രതിമയിലേക്ക് വെള്ളം ഒഴിക്കുകയും കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് അകത്തേക്ക് പോയി. ബുദ്ധിസ്റ്റ് അമ്പലങ്ങളുടെയൊക്കെ അകത്തായിട്ട് നമുക്കൊരു വലിയ ബെല്ല് കാണാൻ പറ്റും. ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രിയിൽ 108 തവണ ഇത് അടിക്കാറുണ്ട്. ഈ ബെല്ലടിക്കാൻ ഇത്തിരി പാടാണ്. കുറച്ച് സമയം എടുത്ത് ആഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നല്ല സൗണ്ട് കേൾക്കും. ഈ അമ്പലങ്ങളുടെ ഫ്രണ്ടിൽ ക്യാൻഡിൽസും ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കാറുണ്ട്. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ടാകണം ഇത്രയധികം ചന്ദനത്തിരികളൊക്കെ കത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ അധികം അമ്പലങ്ങളിലൊന്നും പോകാറില്ല. കാണിക്കയിട്ട് തൊഴുത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചുറ്റിനും ഒത്തിരി ബുദ്ധപ്രതിമകളൊക്കെ ഇരിക്കുന്നതായിട്ട് കണ്ടു. ഗാർഡൻ ക്രോസ് ചെയ്ത് അങ്ങേയറ്റത്തായിട്ട് ഒരു മൊനുമെന്റ് പോലെ കാണാം. സാധാരണ ബുദ്ധിസ്റ്റ് അമ്പലങ്ങളുടെയൊക്കെ അടുത്തായിട്ട് കല്ലറകൾ കാണാം. ഇവിടെ അത് കണ്ടില്ല. അതിനു പകരം ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്ന ലോക്കറുകളാണ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇന്ന് ആൾക്കാർ വരുന്നത് തന്നെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2025.